നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 നടന്ന ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ്. 40 മാർക്കാണ് ഇതിന് വരുന്നത്. ഇവിടെ സൂചന കൊടുത്തിട്ടുണ്ട്. സൂചന ആദ്യം വായിക്കാം. സുഖദുഃഖ കവിതയിൽ നിന്ന് വന്നിട്ടുള്ള സൂചനയാണ്. സുഖദുഃഖ കവിത का यह अंश पढ़ें और प्रश्न 1 और 2 के उत्तर लिखें. സുഖദുഃഖ കവിതയുടെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 1, 2ൻ്റെയും ഉത്തരം എഴുതാനാണ് തന്നിട്ടുള്ളത്. ആദ്യം സൂചന നോക്കാം. സുഖ ദുഃഖ के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओझल हो शशि, फिर शशि में ओझल हो घन. ഈ വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കവി के अनुसार मानव जीवन कैसे परिपूर्ण हो जाता है. കവിയുടെ അഭിപ്രായത്തിൽ മനുഷ്യജീവിതം എങ്ങനെയാണ് പരിപൂർണമാക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കവി और कविता का परिचय देते हुए उपयुक्त पंक्तियों का आशय लिखें. കവിയെക്കുറിച്ചും എഴുതണം. ഈ തന്നിട്ടുള്ള കവിതയെക്കുറിച്ചും ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്തൊന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ കീ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനുശേഷം ലാസ്റ്റ് ആൻസർ കീ നോക്കാം. എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ സൂചന നോക്കാം. ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര. ആ പാഠഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സൂചനയാണ് കൊടുത്തിട്ടുള്ളത്. सूचना वाक्यम. इंद्रधनुष धरती पर उतरा. चित्र कहानी का यह अंश पढ़ें और प्रश्न 3 और 4 के उत्तर लिखें. ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര എന്ന ചിത്രകഥ വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3ൻ്റെയും 4ൻ്റെയും മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെയും 4ാമത്തെ ക്വസ്റ്റിൻ്റെയും ഉത്തരം എഴുതാനാണ് തന്നിട്ടുള്ളത്. ആദ്യം സൂചന വായിക്കാം. ശബ്ദം. ആകാശ് മേ രഹത്തെ രഹത്തെ മേ ഊബ് ഗയാ ഹൂം, क्यों ना धरती पर ही चला जाऊं. सप्तम. सुंदर सी घाटी में उतर आया, दिन भर घाटी में घूमता रहा, अंधेरा होने पर वह एक पेड़ के पास पहुंचा. ഇതാണ് ആ പാഠഭാഗത്ത് തന്നിട്ടുള്ള സൂചന. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. നമൂനയ്ക്ക് അനുസാർ വാക്യം ബദൽ കർ ലിഖേ. മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതാനാണ് തന്നിട്ടുള്ളത്. ഒരു മാതൃക കൂടെ കൊടുത്തിട്ടുണ്ട്. മേ ഊബ് ഗയാ ഹൂം, തും ഊബ് ഗയേ ഹോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മേ വന്നപ്പോഴാണ് ഹും വന്നത്. മറ്റേതിൽ തും ഊബ് ഗയേ ഹോ, തും വന്നപ്പോൾ ഹോ വന്നു. രണ്ടാമത്തത് മേ ഘാട്ടി മേ ആയാ ഹൂം. അടുത്തത് തും ഘാട്ടി മേ ഡാഷ്. അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് മാതൃക നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോഷ്ടകെ ശബ്ദോം സെ പിരമിഡ് കി പൂർത്തി കരേ. ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകൾ വെച്ച് പിരമിഡ് പൂർത്തീകരിക്കാനാണ്. ഇവിടെ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 അർത്ഥം മനസ്സിലാക്കി കറക്റ്റായിട്ട് നമ്മൾ പിരമിഡ് പൂർത്തീകരിക്കണം. സപ്തം ഗുംതാരഹ. സപ്തം ചുറ്റിക്കറങ്ങി. സപ്തം ധർത്തി പർ ഗുംതാരഹ. സപ്തം ഭൂമിയിൽ ചുറ്റിക്കറങ്ങി. ഇനി ബ്രാക്കറ്റിൽ രംഗീല ഖുഷീസെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. രംഗീല എന്ന് പറഞ്ഞാൽ നിറങ്ങളുള്ള, ഖുഷീസെ സന്തോഷത്തോടെ. കറക്റ്റ് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പിരമിഡ് പൂർത്തീകരിക്കാൻ. അടുത്ത സൂചന പിതാ കാ പ്രായശ്ചിത് പാഠഭാഗത്ത് നിന്നുള്ള സൂചനയാണ്. പിതാ കാ പ്രായശ്ചിത് സംസ്മरण का यह अंश पढ़ें और प्रश्न 5 और 6 के उत्तर लिखें. പിതാ കാ പ്രായശ്ചിത് എന്ന ഓർമ്മക്കുറിപ്പിലെ ഈ ഭാഗം വായിച്ചതിന് ശേഷം 5ാമത്തെ ക്വസ്റ്റിൻ്റെയും 6ാമത്തെ ക്വസ്റ്റിൻ്റെയും ആൻസർ എഴുതാനാണ് തന്നിട്ടുള്ളത്. 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूँगा. ഇതാണ് ആ പാഠഭാഗത്ത് തന്നിട്ടുള്ള സൂചന. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ ഗാന്ധിനെ നിർണയം ലിയ മേ കഭി झूठ नहीं बोलूँगा क्यों. അരുൺ ഗാന്ധി ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്ന്. എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ മീനിങ്. അർത്ഥം അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഉസ് ദിൻ അരുൺ ഗാന്ധി और पिताजी देर से घर पहुँचे. ആ ദിവസം അരുൺ ഗാന്ധിയും വീട്ടിൽ
ലേറ്റായിട്ടാണ് എത്തിച്ചേർന്നത്. മാ ബേസബ്രി സെ ഉൻകാ ഇന്തസാർ കർ രഹി ഥി. അമ്മ ആകാംക്ഷയോടെ അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാ ഔർ അരുൺ ഗാന്ധി കെ ബീച്ച് കി ബാത്ചീത് ലിഖിയെ. അമ്മയും അരുൺ ഗാന്ധിയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അതല്ലെങ്കിൽ അഥവാ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അരുൺ ഗാന്ധി അപ്പന ദർദ് ദോസ്ത് സെ ബാണ്ടെ ബിന നഹി രഹ് സക. അരുൺ ഗാന്ധി ഈ വേദന തൻ്റെ കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചില്ല. ഉസ്നെ മിത്രക്കു പത്ര ലിഖ. അവൻ്റെ കൂട്ടുകാരന് കത്തെഴുതി. വഹ് പത്ര കൽപ്പന കർക്കെ ലിഖി. ആ കത്ത് സങ്കല്പിച്ചുകൊണ്ട് എഴുതാനാണ് തന്നിട്ടുള്ളത്. അടുത്ത സൂചന നോക്കാം. മേരെ ബച്ചേക്കു സിക്കായും. പാഠഭാഗത്തു നിന്നുള്ള സൂചനയാണ്. മേരെ ബച്ചേക്കു സിക്കായും പത്ര കാ യഹ് അംശ് പഠേ ഓർ പ്രശ്ന 7 से 9 തക് കി ഉത്തർ ലിഖി. 7 തുടങ്ങി 9 വരെയുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാനാണ് തന്നിട്ടുള്ളത്. സൂചന മേരെ ബച്ചേക്കു സിക്കായി എന്ന ലെറ്ററിൻ്റെ ഭാഗം വായിച്ചതിന് ശേഷം ആണ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. ആദ്യം സൂചന വായിക്കാം. ഉസ്സെ യഹ് ജറൂർ സിക്കായി കി മെഹനത്ത് സെ കമായ എക് പൈസ ഭി ഹറാം में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है. उसे हारना सिखाएं और जीत में खुश होना भी सिखाएं. ഇതാണ് സൂചന. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രസ്തുത ഖണ്ഡ് സെ പരിശ്രമ ക സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖിയെ. മുകളിൽ തന്നിരിക്കുന്ന ഈ ഖണ്ഡികയിൽ നിന്നും പരിശ്രം എന്ന വാക്കിന് സമാനാർത്ഥമായ ഒരു വാക്ക് ഈ സൂചനയിലുണ്ട്. അത് തിരഞ്ഞെടുത്ത് എഴുതുക. 8ാമത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ. കറക്റ്റായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഹമേം പരിശ്രം സെ ധൻ കമാന ചാഹിയെ, ഹമേം കിസി ഭി തരഹ സെ ധൻ കമാന ചാഹിയെ. ഇതിൽ 2 കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായത് ഏതാണ് എന്ന് വെച്ചാൽ അതാണ് എടുത്ത് എഴുതേണ്ടത്. ഒന്ന് ഹമേ പരിശ്രം സെ ധൻ കമാന ചാഹിയെ. നമ്മൾ അധ്വാനിച്ചിട്ട് ധനം സമ്പാദിക്കണം. 2ാമത്തത് ഹമേ കിസി ഭി തരഹ സെ ധൻ കമാന ചാഹിയെ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ധനം സമ്പാദിക്കണം. 2 കറക്റ്റായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് എഴുതുക. 9ാമത്തെ ക്വസ്റ്റ്യൻ. അബ്രഹാം ലിങ്കൺ അപ്പനെ പുത്രക്കോ ക്യാ ക്യാ സിഖാനെ കാ ആഗ്രഹ കർത്തെ ഹെ. അബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ എന്തെല്ലാം പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത സൂചന നോക്കാം. ബാത് ഉസ് मंगलवार की डायरी का यह अंश पढ़े और प्रश्न 10 और 11 के उत्तर लिखे. ബാത് ഉസ് मंगलवार के എന്ന പാഠഭാഗത്തു നിന്നുള്ള സൂചനയാണ് കൊടുത്തിട്ടുള്ളത്. 10ാമത്തെയും 11ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാനാണ് തന്നിട്ടുള്ളത്. सूचना वाक्यम. यही जंगल के बीच ये सभी मेरे क्लिनिक है. मुझे इसी तरह का डॉक्टर बने रहना है. यही काम मुझे अच्छा लगता है और इसी काम का मुझे रोज इंतजार रहता है. इതാണ് സൂചന. ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. चिकित्सा के क्षेत्र में डॉक्टर रमणी अडकोरी की विशेषताएं क्या क्या है. ചികിത്സ മേഖലയിൽ ഡോക്ടർ രമണി അഡ്കൂരിയുടെ വിശേഷതകൾ എന്തെല്ലാമാണ്? അടുത്ത ക്വസ്റ്റ്യൻ. निम्नलिखित शीर्षक पढ़ें और एक आदर्श डॉक्टर की विशेषताओं पर टिप्पणी लिखें. താഴെ തന്നിരിക്കുന്ന പോയിന്റ്സ് വായിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് ടിപ്പണി തയ്യാറാക്കാനാണ്. ആദ്യം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ്, ചികിത്സാ ഹി ഡോക്ടർ കാ പരമ ധർമ്മ. डॉक्टर ने गोली क्लिनिक जंगलों के बीच. अस्पताल में डॉक्टर ने की इलाज बिना फीस. ഡോക്ടർ ने की गरीबों की സഹായത. ഈ പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ആദർശ ഡോക്ടറുടെ വിശേഷതകൾ ടിപ്പണിയായിട്ട് എഴുതേണ്ടത്. അടുത്തത് അഥവാ അല്ലെങ്കിൽ മാൻലേക്ക് ആപ് ഡോക്ടർ രമണി അഡ്കൂരി സെ മിൽനെ ഗയെ അപ്പനെ അനുഭവം കോ ഡയറി കെ രൂപമേ ലിഖെ. നിങ്ങൾ ഡോക്ടർ രമണി അഡ്കൂരിയെ കാണാൻ പോയി. അപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഡയറിയുടെ രൂപത്തിൽ എഴുതാനാണ് തന്നിട്ടുള്ളത്. അടുത്ത സൂചന. दोहा पढ़ें और प्रश्न 12 और 13 के उत्तर लिखें. ദോഹ വായിച്ചതിന് ശേഷം 12ാമത്തെ ക്വസ്റ്റിൻ്റെയും 11ാമത്തെ ക്വസ്റ്റിൻ്റെയും ഉത്തരം എഴുതാനാണ് തന്നിട്ടുള്ളത്. सूचना वाक्य. बड़ा हुआ तो क्या हुआ, जैसे पेड़ खजूर पंदी को छाया नाहिम फल लगे अधितूर. ഇതാണ് സൂചന തന്നിട്ടുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. जो व्यक्ति परोपकारी नहीं है उसकी तुलना किससे की गई है. ഇവിടെ ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട്. आम के पेड़ से, कटहल के पेड़ से, पीपल के पेड़ से, खजूर के पेड़ से. ഇതിൽ കറക്റ്റായത് എടുത്തെഴുതുക. സഹി മിലാൻ കരെ, കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ്. ആദ്യം വായിക്കാം. खजूर का पेड़ पेड़ों से हमें ज्ञान का लक्ष्य मात्र बड़े होने से.
ഓപ്പോസിറ്റ് ആയിട്ട് സബ്കി ബലായി ഹെ കോയി ഫായ്ദ नहीं ചായ മിൽത്തി ഹെ ലംബ होता है. കറക്റ്റായിട്ട് തന്നെ മാച്ച് ചെയ്ത് കൊടുക്കാം. इനി അടുത്ത സൂചന डॉक्टर के नाम मस्तूर का पत्र कविता की ये पंक्तियां पढ़ें और प्रश्न 14 और 15 के उत्तर लिखे. ഡോക്ടർ के नाम मस्तूर का पत्र ഡോക്ടറുടെ പേരിൽ തൊഴിലാളിയുടെ കത്ത് എന്ന കവിതയിൽ നിന്നും കൊടുത്തിട്ടുള്ള വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. 14ാമത്തെ ക്വസ്റ്റിൻ്റെയും 15ാമത്തെ ക്വസ്റ്റിൻ്റെയും ഉത്തരം എഴുതാനാണ് തന്നിട്ടുള്ളത്. സൂചന വായിക്കാം. ഹമേ മാലൂം ഹെ അപ്നി ബീമാരി കാ കാരണം വഹ് एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं वह है गरीबी. ഇതാണ് സൂചന വന്നിട്ടുള്ളത്. അതിനുശേഷം ഇനി നമുക്കത് ക്വസ്റ്റ്യൻ നോക്കാം. മസ്ദൂറോं की बीमारी का प्रमुख कारण क्या है? തൊഴിലാളികളുടെ രോഗത്തിൻ്റെ പ്രമുഖ കാരണം എന്താണ്, പ്രധാന കാരണം എന്താണ്? പിന്നെ 15ാമത്തത് പ്രസ്തുത കവിതാസെ സംബന്ധിത് 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ഈ കവിതയെ സംബന്ധിച്ച 4 ശരിയായ വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ 6 വാക്കുകളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ഈ കവിതയെ സംബന്ധിച്ച 4 വാക്കുകൾ ഇതിലുണ്ട്. അത് എടുത്തെഴുതാനാണ്. വായിക്കാം. बीमारों की रक्षा करना डॉक्टर का कर्तव्य है. बीमारी और गरीब में कोई संबंध नहीं. शरीर के चितड़े गरीबी को दिखते हैं. मजदूरों को ज्यादा काम करना पड़ता है. आम जनता के पैसे से डॉक्टरी की शिक्षा चलती है. मजदूरों को पर्याप्त भोजन मिलता है. ഇതിൽ കറക്റ്റായ 4 എടുത്തെഴുതണം. അടുത്ത സൂചന शाहजहां अकबर को कौन सिखाएगा? कहानी का यह अंश पढ़ें और प्रश्न 16 से 18 तक के उत्तर लिखें. शाहजहां അക്ബർ എന്ന പാഠഭാഗത്ത് തന്നിട്ടുള്ള ഒരു സൂചനയാണ്. 16 തുടങ്ങി 18 വരെയുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാനാണ്. सूचना वाक्यम. बूढ़ी महिला ने शाहजहां को सलाम किया और कहा, हुजूर, बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख पाना संभव नहीं है, लेकिन सबको यह सीखना चाहिए कि अच्छा इंसान कैसे बन जा सकता है. 16ാമത്തെ ക്വസ്റ്റ്യൻ നമൂനയ്ക്ക് അനുസാർ ലിഖെ. മാതൃക അനുസരിച്ച് എഴുതുക. താഴെ കൊടുത്തത് വായിക്കാം. ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹെ. ബുദ്ധിമാൻ വ്യക്തി ജാൻതേ തെ. ഇവിടെ പ്രസൻറ്റും പാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹെ, ബുദ്ധിമാൻ വ്യക്തി ജാൻതേ തെ. അതിന് താഴെയായിട്ട് ബൂഢി മഹിള ജാൻതി ഹെ, ബൂഢി മഹിള ഡാഷ്. അവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. 17ാമത്തത് ബൂഢി മഹിളയ്ക്ക് അനുസാർ ഇൻമേം കിസ്ക അധിക് മഹത്വ ഹെ. വൃദ്ധയായ സ്ത്രീയുടെ അഭിപ്രായത്തിൽ ഏതാണ് ഇതിൽ അധികം മഹത്വമായത്? അപ്പോൾ താഴെ വായിക്കാം. ഈമാൻദാർ രഹന, अच्छा इंसान बनना, सच बोलना, ज्ञान प्राप्त करना. ഇതിൽ കറക്റ്റായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. അടുത്ത 18ാമത്തെ ക്വസ്റ്റിന് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. വിഷയം ഇതാണ്. सितंबर 14 हिंदी दिवस को आपके स्कूल में शाहजहां अकबर को कौन सिखाएगा? कहानी का मंचन होने वाला है. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസത്തിനോടനുബന്ധിച്ച് സ്കൂളിൽ ഷാംഷാ അക്ബറിനെ ആര് പഠിപ്പിക്കും എന്ന കഥയെ ആസ്പദമാക്കിയിട്ടൊരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. इसके लिए एक പോസ്റ്റർ തയ്യാറാക്കുക. അതിനു വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഇതിൻ്റെ ആൻസർ കീ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ സുഖ ദുഃഖക്കെ മധുർ മിലൻ സെ എന്നാണ്. 2ാമത്തത് ആശയം എഴുതാനാണ്. അത് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. 3ാമത്തത് തും ഗാട്ടി മേം ആയേ ഹോ. 4ാമത്തെ ആൻസർ പിരമിഡ് തയ്യാറാക്കാനായിരുന്നു. സപ്തം घूमता रहा, സപ്തം धरती पर घूमता रहा, सप्तम धरती पर खुशी से घूमता रहा, रंगीला सप्तम धरती पर खुशी से घूमता रहा. 5ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ अरुण गांधी के झूठ पर प्रायश्चित करते हुए पिता ने घर तक के 18 मील दूरी पैदल चलकर तय किया. इस घटना से दुखी होकर अरुण गांधी ने ऐसा निर्णय किया. 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പരിശ്രം का समानार्थ शब्द मेहनत. 8 സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നായിരുന്നു. അതിൻ്റെ ആൻസർ ഹമേ പരിശ്രം സെ ധൻ കമാന ചാഹിയെ. 9ാമത്തത് അബ്രഹാം ലിങ്കൻ തൻ്റെ പുത്രനെ എന്തെല്ലാം പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ മെഹനത്ത് സെ കമായ എക് പൈസ ബി ഹറാമെ മിലി നോട്ടോं की गड्डी से कहीं अधिक मूल्यवान होता है. बदमाशों को आसानी से काबू में किया जा सकता है. नकल करके पास होने से फेल होना बेहतर है. भीड़ से हालक होकर अपना रास्ता बनाना. दुख में भी हंसना सीख.
ഇതെല്ലാം തൻ്റെ മകനെ പഠിപ്പിക്കാനാണ് അബ്രഹാം ലിങ്കൺ ആഗ്രഹിക്കുന്നത്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ചികിത്സാ ക്ഷേത്രത്തിൽ രമണി അഡ്കൂരിയുടെ വിശേഷതകളാണ്. 1. जंगल के बीच हफ्ते में एक दिन क्लिनिक चलाना पसंद करती है. बाहरी वर्ष के समय भी पैदल नदी पार करके चिकित्सा के लिए आती थी. अगर एक दिन जंगल में ही रुकना पड़ा तो एक चौपड़ी में रहते हुए भोजन बनाकर खाती थी. वेतन से ज़्यादा महत्व आदिवासी लोगों की चिकित्सा के लिए देती थी. ഇതൊക്കെയാണ് രമണി അഡ്കൂരിയുടെ വിശേഷതകൾ. ഇനി 12ാമത്തത് ദോഹയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ജോ വ്യക്തി പരോപകാരി नहीं है उसकी तुलना किससे की गई है. അതിൻ്റെ ആൻസർ ഖജൂർ കെ പേഡ് സെ, ഈന്തപ്പന മരത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. പിന്നെ സഹി മിലാൻ കരെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനായിരുന്നു. ഖജൂർ കെ പേഡ് ലംബാ ഹോത്താ ഹെ, പേടോം സെ ഹമേം ഛായ മിൽത്തി ഹെ, ജ്ഞാൻ കാ ലക്ഷ്യ സബ്കി ബലായി ഹെ, മാത്ര ബഡേ ഹോനെ സെ കോയി ഫായിദ നഹി. ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് മാച്ച് ചെയ്യുമ്പോൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഡോക്ടർ കെ നാം മസ്തൂർ ക പത്ര പാഠഭാഗത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മസ്തൂറും കി ബീമാരി ക പ്രമുഖ കാരൺ ഗരീബിയാണ് എൻ്റെ കറക്റ്റായ ആൻസർ. പിന്നെ 15ാമത്തത് കവിതയെ സംബന്ധിച്ച 4 വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാൻ തന്നിരുന്നു. 4 വാക്യങ്ങൾ ഇതാണ്. ബീമാരോं की रक्षा करना डॉक्टर का कर्तव्य है, शरीर के चितड़े गरीबी को दिखते हैं, मजदूर को ज़्यादा काम करना पड़ता है, ആം ജനതാക്ക് പൈസേസെ ഡോക്ടറി ശിക്ഷ ചലത്തി ഹെ. ഇതാണ് 4 പോയിന്റ്. ഈ 16ാമത്തത് ശ്യാം ഷാ അക്ബർ കോ കൗൺ സി കഹേഗാ പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളതായിരുന്നു. മാതൃക അനുസരിച്ച് എഴുതാനായിരുന്നു. അതിന് കറക്റ്റായിട്ടുള്ളത് ബൂഢി മഹിള ജാൻതീതി എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അച്ഛ ഇൻസാൻ ബന്ന. 18ാമത്തത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ പോസ്റ്ററിൻ്റെ മോഡലൂടെ കൊടുക്കുന്നുണ്ട്. ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ. സുഖദുഃഖ കവിതയുടെ ആശയം എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. സുഖദുഃഖ സമുദ്രാനന്ദൻ पंत की एक कविता है. कवि की आशा यह है कि सुख और दुख के मधुर मिलन से यह जीवन परिपूर्ण हो. जैसे रात के समय आकाश में कभी चंद्रमा बादलों में छिप जाता है तो बादल चंद्रमा से अदृश्य होता है. उसी प्रकार जीवन में सुख के ऊपर कभी दुख के काले बादल छा जाए और कभी दुख दूर होकर पुनः सुख अपनी शोभा दिखाने लगे. इसी में जीवन की पूर्णता है. അടുത്ത ക്വസ്റ്റ്യൻ അരുൺ ഗാന്ധിയും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണത്. മാ क्या हुआ बेटा इतनी लेट क्यों हुई. अरुण गांधी आज एक घटना हुई माँ. माँ घटना क्या बात है बेटा. अरुण गांधी मैं पिताजी से झूठ बोला. माँ झूठ क्यों. अरुण गांधी पिताजी ने मुझे मीटिंग की जगह पर 5 बजे आने को कहा. लेकिन माँ फिर क्या हुआ. अरुण गांधी मैं जॉन वेन की एक दिलचस्पी फिल्म देखते समय बिल्कुल ध्यान नहीं आया. माँ तब. अरुण गांधी पिताजी से झूठ बोला कार तैयार नहीं. मेरी गलती पर पिताजी 18 मील पैदल चलकर प्रायश्चित किया. माँ बेटा आगे ऐसा मत करना. अरुण गांधी मुझे माफ़ करो माँ, मैं कभी भी झूठ नहीं बोलूँगा. माँ ठीक है बेटा.